വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പഠിപ്പിച്ച മഹത് വ്യക്തികളുടെ മനോഹരമായ നമ്മുടെ നാട്. എന്നാൽ ഇന്ന് വിദ്യ കൊണ്ട് ധനമുണ്ടാക്കുന്ന പുത്തൻ മാനേജ്മെൻറ്റ് തന്ത്രങ്ങളിൽ കുടുങ്ങി, വിദ്യ എന്തെന്നറിയാത്ത കുറേ പേരുടെ ചെപ്പടി വിദ്യകളിൽ കുടുങ്ങി, നിലവാരമില്ലാത്ത വിദ്യാഭ്യാസവുമായി പുറത്തിറങ്ങി ജീവിത വഴികളിൽ പെട്ടുപോകുന്ന കുടുംബങ്ങളുടെ കഥ പറയുന്ന ആക്ഷേപഹാസ്യ ആവിഷ്കാരം ദേവസേയ മെമ്മോറിയൽ സ്കൂൾ നിങ്ങളുടെ മുന്നിൽ സവിനയം സമർപ്പിക്കുന്നു. മിയ, സിംഗപ്പൂർ. മമ്മി ഇത് സ്കൂൾ നോക്കിയേ, എന്ത് രസാണ് സ്കൂൾ കാണാൻ. ആയി കൊള്ളാലോ. ഇത് നോക്കിയേ. ഓ നല്ല ഭംഗിയുണ്ട്. മമ്മി ഇത് നോക്കിയേ. നിർത്ത്. സ്കൂളൊക്കെ കൊള്ളാം, പക്ഷെ നീ അതുപോലെ പഠിച്ചില്ലേ ഞാൻ ശരിയാക്കും. ഞാൻ പഠിച്ചോളാം. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടോ? ഇതന്നെയാണ്ടി സ്കൂള് കൊള്ളാലോ. പിന്നെ മോളെ, അകത്ത് ചെല്ലുമ്പോൾ അവർ ചോദിക്കും വാട്ട് ഈസ് യുവർ നെയിം എന്ന്. അപ്പൊ മോൾ എന്ത് പറയും? ചിന്നു. അയ്യോ ചിന്നു. അങ്ങനെയൊന്നും അല്ല, അവർ ചോദിക്കും വാട്ട് ഈസ് യുവർ നെയിം എന്ന്. അപ്പൊ മോള് പറയണം മൈ നെയിം ഈസ് ആൻ മരിയ ഫെർണാണ്ടസ്. അതാരാ അത്? ഫെർണാണ്ടസ് ആരാ? ദേ നിക്കണു. ഞാനോ? ഞാൻ പ്രാഞ്ചി അല്ലേ? കൊച്ചിനെ പുതിയ സ്കൂളിൽ ചേർക്കുമ്പോ പേര് മാറ്റാന്ന് പറഞ്ഞില്ലായിരുന്നോ? മോനെ, നീ ഇപ്പൊ ഫെർണാണ്ടസ് എന്ന് വിളി. ഞാൻ വിളി കേട്ടാ പോരെ? കേക്കാം. അമ്മ എപ്പോ വേഗം അകത്തേട്ട് പോവാം. നമസ്കാരം. ഗുഡ് മോർണിംഗ് സർ. Okay. നിങ്ങൾ ഇരിക്കൂ. No, I'm English medium school. Sit down. ആ ഡ്രൈവറിനെ പുറത്തിരുത്തു. നീ കൊച്ചിന്റെ കാര്യമൊക്കെ നോക്കിയിട്ട് പോരെ, ഞാൻ പുറത്തുണ്ടാവട്ടോ. അച്ഛായ ഇങ്ങോട്ട് വാ, ഇത് അച്ഛനാ. കുട്ടിയുടെ അച്ഛനാണോ? നിങ്ങളാരാ? ഭാര്യ. തെറ്റിപ്പോയല്ലേ? എവിടെ പോയാലും ഇത് തന്നെയാ സാറേ ഇപ്പൊ തെറ്റിപ്പോയില്ലേ? ഒരവത്ത് ഇപ്പൊ ആർക്കാണെങ്കിലും പറ്റും. നീ സാരയില്ല. നിങ്ങൾക്കല്ല അബദ്ധം പറ്റിയത്, ഇവർക്കാണ്. അത് കൊച്ചിനെ ഇവിടെ ചേർക്കാൻ വന്നതായിരുന്നു. സാറാണ് നമ്മുടെ ഇവിടുത്തെ. ഞാനാണ് ഇവിടുത്തെ MT. ഞാൻ ഓൺലി ഈ സ്കൂളിന്റെ പറഞ്ഞു കൊടുക്കൂ. അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർ. എന്ന് പറഞ്ഞ മുതലാളി, ഈ സ്കൂളിന്റെ മുതലാളി. മുതലാളിയായിരുന്ന? അതെ, എന്റെ പേരിലാണ് സ്കൂൾ ഇരിക്കുന്നത്. അതെ, സാറിന്റെ പേരിലാണ് സ്കൂൾ ഇരിക്കുന്നത്. ദേവസ്യ മെമ്മോറിയൽ സ്കൂൾ എന്ന് വായിച്ചില്ലേ? മെമ്മോറിയലോ? അല്ല, അപ്പൊ സാറേ ഈ മരിച്ചു കഴിയുമ്പോഴല്ലേ നമ്മൾ മെമ്മോറിയൽ എന്നൊക്കെ പേര് പറഞ്ഞേ? മരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലല്ലോ നമ്മുടെ പേരിൽ ഒരു സ്കൂൾ ഉണ്ടോ ഇല്ലയോ എന്ന്. മരിച്ചതിന് മുൻപേ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പേരിൽ ഒരു സ്ഥാപനം ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റൂ. മനസ്സിലായോ? ബുദ്ധി വേണം. ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാട്ടോ. കൊച്ചിനോടെ കിട്ടിയത് നന്നായി. ഓക്കെ, വെരി ഗുഡ്. കറവോൻ. പിന്നെ കുട്ടിക്ക് ലാംഗ്വേജ് ഒക്കെ നല്ല പോലെ അറിയാമോ? അറിയാം. ഓക്കെ, അത് ഈ സ്കൂളിന് മസ്റ്റാണ്. അതെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം. ഹിന്ദി ആണെങ്കിൽ ഹിന്ദി തന്നെ പറയണം. തമിഴാണെങ്കിൽ തമിഴ് തന്നെ പറയണം. അല്ല, അപ്പൊ സാർ ഈ കണക്കാണെങ്കിൽ നമ്മൾ തന്നെ കണക്കാണെങ്കിൽ ഒന്നും രണ്ടും പറഞ്ഞിരുന്നാൽ മതി. കുട്ടികളല്ലേ. ഓക്കെ, കരിയോൺ. പിന്നെ ഈ സ്കൂളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അതായത് ബാഗ് കിട്ടും, ബുക്സ്, യൂണിഫോം, പിന്നെ ലൈബ്രറി ഉണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്. എല്ലാം ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കണമെങ്കിലും പഠിപ്പിക്കണമെങ്കിലും അതിപ്പോ എവിടെ പോകണം? അതേതെങ്കിലും വിവരമുള്ള ടീച്ചേഴ്സിന് ട്യൂഷൻ വെച്ചാൽ മതി. അപ്പൊ അതാണ് ഇവിടുത്തെ പരിപാടി. കരിയോൺ. പിന്നെ ഇവിടുത്തെ യൂണിഫോം ഒക്കെ എങ്ങനെയാ? യൂണിഫോമിന്റെ മോഡൽ ഇപ്പം ഷർട്ടും സ്കേർട്ടുമാണ്. അതെ, സ്റ്റെസ്റ്റും സ്കർട്ടും. സ്കേർട്ട്. സ്റ്റെസ്റ്റും സ്കർട്ടും. അതെ. അതെ, അപ്പം സ്കേർട്ടും ഷർട്ടും. ഓക്കെ. അപ്പൊ ഫ്രോക്ക് അല്ല, പാവാടയാണ് ഇതിന് വരുന്നത്. അത് ഇംഗ്ലീഷിൽ പറയൂ. സ്കേർട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, മസ്റ്റായിട്ടും ടൈ കെട്ടണം. അത് കിട്ടും. അത് ഉറപ്പാ. അതെന്നാ അറിയോ, നമ്മൾ ചെറുപ്പം തൊട്ടേ ഇവിടെ എല്ലാത്തിലും കറക്റ്റായിട്ട് പഠിപ്പിച്ചു വെച്ചാണ്. എന്ത് കേസ് എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ ഫ്രണ്ട് വന്ന് കൈ കെട്ടി നിൽക്കത്തുള്ളൂ. കൈ കാണിച്ചു കൊടുത്തിരി. ഇങ്ങനെയല്ല, അന്ന് മാതാ കയറിയപ്പോൾ ഞാൻ കൈ ഇട്ടിച്ചില്ലേ, അതേപോലെ. അച്ഛനെ നല്ല പേടിയാട്ടോ കൊച്ചിന്. അതെ. ഇയാളെ വീട്ടിൽ കെട്ടിട്ടിട്ട് വാ. മണകുണാഞ്ച, കൈ കെട്ടാനല്ലേ പറഞ്ഞ? ടൈ കെട്ട്. ടൈ എന്താണെന്നറിയാമോ? ഇതിന്റെ ഉപയോഗം അറിയാമോ?
അറിയാവോന്നോ, ചില അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഇത് ഉപകാരപ്പെടും. വെരി ഗുഡ്. അവിടെ ഇരിക്കൂ, പറയൂ. അല്ല, നമ്മളിങ്ങനെ പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ മൂക്ക് ഉടയ്ക്കാനൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. അടുത്ത എന്താന്ന് വെച്ചാൽ കുട്ടിയുടെ ഒരു പഠന നിലവാരം അനുസരിച്ച് പാരൻസിന് ഒരു ധാരണ ഉണ്ടാവുമല്ലോ, കുട്ടീനെ എന്താക്കാനാണ് അംബീഷൻ. അത് മാത്രം ഒരു സംശയമില്ല, രണ്ടുപേർക്കും ഒരഭിപ്രായമുള്ളൂ. അതെ അതെ. എഞ്ചിനീയർ. ഡോക്ടർ. മിനി എഞ്ചിനീയർ. അച്ചായ ഡോക്ടർ. ഒരു സംശയമില്ല, എഞ്ചിനീയർ. ചുമ്മാ ദേഷ്യം പഠിപ്പിക്കരുത് കേട്ടോ. എഞ്ചിനീയർ. ഡോക്ടർ. എഞ്ചിനീയർ, അത് മതി. നിർത്ത്. എന്റെ അഭിപ്രായത്തിൽ ഡോക്ടറുമല്ല എഞ്ചിനീയറുമല്ല, പോലീസാണ് ആക്കേണ്ടത്. എങ്കിലേ നിങ്ങളുടെ വീട്ടിൽ വഴക്ക് നിർത്താൻ പറ്റുള്ളൂ. സർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെയുള്ള പാരൻസിനെ പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള പാരൻസിനെ കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. ഇത് ബാക്കിയുള്ള കുട്ടികളെ കൂടി ബാധിക്കും. അത് ശരിയാ, പറഞ്ഞത് മനസ്സിലായില്ലേ? അച്ഛന്റെയും അമ്മയുടെയും രീതി അനുസരിച്ചാണ് മക്കളുടെ പ്രവൃത്തിയും. അല്ല, എൻ്റെ വിദ്യാഭ്യാസം ഓക്കെയാണ്. ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത്. സെയിം പിഞ്ച്. ഈ സാറ് 7ാം ക്ലാസ് ആണോ? ഏയ് ഞാനല്ല, അച്ഛൻ 7ാം ക്ലാസ് ആണ്. അച്ഛൻ 7ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. 7ാം ക്ലാസ് വരെ ഉള്ളൂ അല്ലേ? അയ്യോ, വിദ്യാഭ്യാസം വേണം, ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടില്ല. അല്ല, എന്നാൽ സാർ ഒരു കാര്യം ചെയ്യും, ആദ്യം എനിക്കൊരു അഡ്മിഷൻ താ, എന്നിട്ട് ഞാൻ പഠിച്ച് പാസ്സാവുമെന്ന് നോക്കാം, എന്നിട്ട് കൊച്ചിനെ കൊണ്ടുപോയി ചേർക്കാം. അതെങ്ങനെ ഉണ്ടാവും? വെരി ഗുഡ്. അപ്പൊ 2 അഡ്മിഷൻ ആയല്ലോ. അയ്യോ സർ, അത് പറ്റത്തില്ല സർ. നമുക്ക് പാരൻസിന്റെ എഡ്യൂക്കേഷൻ കൂടി നോക്കണം. എന്നാലേ അഡ്മിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, വിദ്യാഭ്യാസം വേണം, അല്ലാതെ നടക്കില്ല. ഇനി കുട്ടിക്ക് ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാം. മോൾക്ക് ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് അറിയാമോ? അറിയാം. പറയണം. ദേവസ്യയുടെ സ്കൂളാണ്, ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം കേട്ടോ. അറിയാം സർ. ഓക്കെ, താങ്ക് യു. പിന്നെ വവൽസിനെ കുറിച്ചൊക്കെ അറിയോ? അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? കുഞ്ഞുനാൾ തൊട്ട് അറിയാവുന്ന കാര്യമല്ലേ. വവ്വാല്, പാറ്റ, ഞണ്ട്, അരണ, ഉറുമ്പ്, അതുപോലെ എല്ലാ സാധനത്തിനെയും പേടിയാ. കുഞ്ഞുനാൾ തൊട്ട് പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുക. അത് മാത്രല്ല, കൊച്ചിന് ഭയങ്കര പേടിയായിരുന്നു. ഇതൊക്കെ കാണിച്ചിട്ടാ എന്റെ ചോറ് കൊടുത്തോണ്ടിരുന്നേ. സാറിനറിയോ, വവ്വാല് വരുന്നു പറഞ്ഞാൽ അപ്പ ഓടി പരിക്കാത്ത കയറും, അത്രയ്ക്ക് പേടിയാ. ആ വബിൾസ് അല്ല. മോൾക്കറിയോ വബിൾസിനെ കുറിച്ച്? അറിയാം. അയ്യോ, എന്നാ പറ്റിയേ? അതൊന്നും അല്ല. അയ്യോ, AEIOU. അയ്യോ, അതാണ് വോവൽസ്. അതാണ് മാം ചോദിച്ചത്. വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. ഓ, അതായിരുന്നോ വവ്വാല്? അപ്പൊ നമ്മൾ ഈ വാഴയുടെ കൂമ്പിന്നൊക്കെ തേൻ കുടിക്കണേ, അതല്ല. AEIOU അതാണ് വബിൾസ്. അപ്പോ ലൈൻ കമ്പിയിൽ കറണ്ട് അടിച്ച് കിടക്കുന്ന അതുമല്ലേ? അല്ല സാർ. അതല്ല കേട്ടോ, നമുക്ക് തെറ്റിയതാ. എന്തായാലും കുട്ടിക്ക് നിലവാരമുണ്ടെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് സിലബസ് മാറ്റാൻ ചാൻസ് ഉണ്ട്. ഇല്ല, മാറ്റില്ല, പൈസ ഇല്ല. ആ ബസ് തന്നെ ഓടിയാൽ മതി. സിലബസ് ഒന്നും ഇനി വേണ്ട, എന്റെ കൈ പൈസ ഇല്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സിലബസ് ഓക്കെ എന്തെങ്കിലും ആവട്ടെ. എനിവേസ്, ഇനി കുട്ടിയുടെ ക്വാളിറ്റീസ് ഒക്കെ ആയ സ്ഥിതിക്ക് നമുക്കിനി പാരൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി ടെസ്റ്റ് ചെയ്യണം. മാം, വേർ ഡിഡ് യു ഡു യുവർ സ്കൂളിംഗ്? സെയിന്റ് ഫിലോമിനാസ് കോൺവെന്റ്, കോതമംഗലം. And you, which school did you study, Mr. Pranchi? I study in Elpenrock LP School. Where? What? Anapara LP School, sir. ഇനി ഞങ്ങൾ ഒരു റാൻഡം ടോപ്പിക് തരാം. ആ വിഷയത്തിനെ കുറിച്ച് 2 മിനിറ്റ് സംസാരിക്കണം ഇൻ ഇംഗ്ലീഷ്. സോ ദ ടോപ്പിക് ഇസ് ചൈൽഡ് ലേബർ. വെരി ഗുഡ്. നീ പറഞ്ഞോ. No. I want you to speak, Mr. Pranchi. Me? Super. അടിപൊളി. Child labor, sir. We want you to speak on child labor. Me? No problem. I speak. Good question. In sitting style or standing style? It's your wish. ഞാൻ സ്പീക്കാം. ഒരു മിനിറ്റ്, ഈ സാധനം ഒന്ന് മാറ്റി വെച്ചോട്ടെ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ചൈൽഡ് ലേബർ അല്ലേ? ചൈൽഡ് ലേബർ ഈസ് ബിഗ്. Child labor is big pain to all, because in labor room, labor comes, child comes. My mother labor me. My wife mother labor my wife. My wife's labor my son. Labor ladies only, because labor start, mother child romance start. My mother tell always she labor me 10 months. Reason who? My father. പണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. സോറി,
English speak only. In black and white times, normal labor, no problem. Not only but also, my mother 7 times. Still full energy, but no more. Time pass. Normal labor here and there. Caesarean labor everywhere. See my own wife? Cried in the labor room. Caesarean. I don't agree. Why? Climax. My property, my wife, full fit. Okay. Normal labor, first pain. Future, no pain. Caesarean labor, first no pain. Future, pain would be. I full stop. Child labor, fantastic. Yours faithfully, പ്രാഞ്ചിക്കോട്ടെ. കുറച്ച് വെള്ളം തരുമോ? ഇത്രയ്ക്ക് പ്രതീക്ഷയിലായിരുന്നു. വെരി ഗുഡ് ഐ ലൈക്ക് ഇറ്റ്. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും അല്ലേ? പുറത്താണോ പഠിച്ചത്? താങ്ക്സ് ഉണ്ട്. താങ്ക് യു ചേച്ചി. ഓക്കെ യു ഗെറ്റ് ഔട്ട് ഹൗസ്. അടിപൊളി. അപ്പോൾ ഇവിടുത്തെ അഡ്മിഷനും പോയി കിട്ടി. പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വാ പോയേക്കാടി. അല്ല, അപ്പോൾ നമ്മൾ കൊച്ചിനെ ചേർക്കാൻ കൊണ്ടുവന്ന കാശ് തന്നെ ചെയ്യും. പണം കൊണ്ട് പരുന്തിനെ പറത്താൻ ശ്രമിക്കുന്നവരെ ഓർത്തുകൊള്ളുക. വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക.